ഹലോ, ഇന്ന് നമുക്ക് കേരള സ്റ്റൈൽ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സവോള നൈസായിട്ട് അരിഞ്ഞത്, പോർക്ക് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെച്ചതാണ്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി, 2 ഗ്രാമ്പു, ഏലയ്ക്ക, കറുവപ്പട്ട, ഇച്ചിരി ഉപ്പ് ഇതെല്ലാം ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ഒരു 3-4 വിസിൽ വരുന്നിടം വരെ അടുപ്പ് വെക്കുക. വേറെ സ്റ്റൗവിലോട്ട് ചട്ടി ചൂടാക്കാൻ വെക്കുക. ചൂടായി കഴിയുമ്പോഴേക്കും കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് പെരുംജീരകം, 2 ഏലയ്ക്ക, 1 ഗ്രാമ്പു, 1 കറുവപ്പട്ട ഇത്ര ഇട്ടൊന്ന് മൂപ്പിക്കുക. എന്നിട്ട് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും സവോള ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അടച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. സവോളയൊക്കെ നന്നായിട്ട് നമുക്ക് വാടിക്കിട്ടും. ഇടയ്ക്കൊക്കെ ഓപ്പണാക്കി നമ്മളൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. കുക്കറിൻ്റെ വിസിലൊക്കെ വന്ന് ഇവിടെ പോർക്കൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സവോളയൊക്കെ വാടി കഴിയുമ്പോഴേക്കും അതിലോട്ട് 2 സ്പൂണ് നല്ല കാശ്മീരി മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി മസാലപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ഇളക്കി നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ വെന്ത് വെച്ച അതേ കണ്ടില്ലേ നന്നായിട്ട് വെന്ത പോർക്ക് അതിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കി ഒന്ന് അടച്ചു വെക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും സ്റ്റൗവിൻ്റെ തീയൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. നന്നായിട്ട് ഇച്ചിരി സമയമൊക്കെ എടുക്കും, പക്ഷേ എന്നാലും നന്നായിട്ട് ഇളക്കി ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാകും. ഇടയ്ക്ക് ഇച്ചിരി കറിവേപ്പില ഇടാൻ ഞാൻ മറന്നുപോയി. കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടെയൊക്കെ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് തീ ഇടേണ്ടത്, അത് ഓർത്തോണം. പോർക്ക് ഒന്ന് റോസ്റ്റായി വരാൻ കുറച്ച് സമയമെടുക്കും. അത് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.